ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം മുതലാണ് ഞാൻ രാഷ്ട്രീയത്തിൽ വാസ്തവത്തിൽ വരുന്നത്. ഒരു SFIക്കാരനാവണം. ഖസാക്കിൻ്റെ ഇതിഹാസമാണ് മലയാള നോവൽ സാഹിത്യത്തെ രണ്ടായി തിരിച്ചത്. അപ്പോൾ സംഗീതം എന്ന് പറയുന്നത് എൻ്റെ വായന കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് സംഗീതം. SFI തനിച്ച് മത്സരിക്കുന്നു. അവിടെ ഞാൻ ഒന്നാം സ്ഥാനത്ത് SFIയുടെ കൗൺസിലറായിട്ട് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നതോടുകൂടിയാണ് ഞാൻ ശ്രദ്ധിക്കപ്പെടുന്നത്. ഞാൻ 2000-ന് ശേഷം ഒരു സിനിമയും കണ്ടു. ഈ ഒരു മനുഷ്യ മനസ്സിൻ്റെ പേടിയെ ചിത്രീകരിക്കുന്ന ഒരു പടമായിരുന്നത്. BBC-യുടെ വർത്തമാന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായുള്ളത് പ്രാസംഗികനും എഴുത്തുകാരനുമായ ശ്രീ ഷാജി ഈപ്പനാണ്. നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ആദ്യം പപ്പയുടെ ബാല്യകാലത്തെക്കുറിച്ചും വിദ്യാഭ്യാസ ജീവിതത്തെക്കുറിച്ചും ഒന്ന് പറയാമോ? ബാല്യകാലത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ പിതാവ്, അതായത് നിൻ്റെ അപ്പച്ചൻ, KCBയിലെ ഉദ്യോഗസ്ഥനായിരുന്നു. പ്രധാനമായിട്ട് ഇടുക്കി, കുളമാവ്, മൂലമറ്റം പ്രദേശത്താണ് എൻ്റെ പപ്പ ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ആ സമയത്ത് പപ്പായ്ക്ക് ട്രാൻസ്ഫർ കിട്ടുന്നതനുസരിച്ച് ഞാൻ നിരവധി സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഏകദേശം 6ഓളം സ്കൂളുകളിൽ 10ാം ക്ലാസ്സിൽ വരുമ്പോൾ 6ഓളം സ്കൂളുകളിൽ ഞാൻ പഠിച്ചു കഴിഞ്ഞു. 1ാം ക്ലാസ്സിൽ ഞാൻ എൻ്റെ വിദ്യാഭ്യാസം എപ്പോഴത്തെ എൻ്റെ അമ്മ വീടിനടുത്തുള്ളൊരു സെൻറ്റ് തോമസ് സ്കൂളിലായിരുന്നു. 2, 3, 4 ക്ലാസ്സുകൾ ഇടുക്കിയിലെ സെൻറ്റ് മേരി സ്കൂളിലായിരുന്നു. 5, 6, 7 അതും അവിടെ തന്നെ ഉണ്ടായിരുന്ന സെൻറ്റ് ജോർജ് UP സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിലായിരുന്നു. 8ാം ക്ലാസ്സിൽ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഗവൺമെൻറ് സ്കൂൾ. അവിടെ പഠിച്ചതിന് ശേഷം 9, 10 ഞാൻ കരിമണ്ണൂർ സെൻറ്റ് ജോസഫ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. അതിനുശേഷം പ്രീ ഡിഗ്രി കോതമംഗലത്ത് മാർ അത്തനേഷ്യസ് കോളേജിലും ഡിഗ്രി തൊടുപുഴ ന്യൂമാൻ കോളേജിലുമായിരുന്നു പഠിച്ചത്. അതാണ് എൻ്റെ ബാല്യകാലം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. കോളേജ് പഠിക്കുന്ന കാലത്ത് പപ്പ സജീവ രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നുവല്ലോ. രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ചേരാനുണ്ടായ ആ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയാമോ? ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം മുതലാണ് ഞാൻ രാഷ്ട്രീയത്തിൽ വാസ്തവത്തിൽ വരുന്നത്. അതിനു മുമ്പ് വ്യക്തമായ രാഷ്ട്രീയം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് പ്രീ ഡിഗ്രി കോളേജിൽ വരുന്നു എന്നുള്ളതിനപ്പുറം ഒരു രാഷ്ട്രീയ ചിന്ത എൻ്റെ മനസ്സിൽ വരുന്നത് പ്രീ ഡിഗ്രിക്ക് ശേഷമാണ്. പ്രീ ഡിഗ്രിക്ക് ശേഷം എനിക്ക് ഒരു വർഷം ഒരു ഗ്യാപ്പ് കിട്ടി. ആ ഗ്യാപ്പിലാണ് ഞാൻ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങുന്നതും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായിട്ട് അടുക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ ഡിഗ്രിക്ക് 1982 ഞാൻ BA ഹിസ്റ്ററിക്ക് ന്യൂമാൻ കോളേജിൽ അഡ്മിഷൻ കിട്ടുമ്പോൾ ഞാൻ ചേരാൻ പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മനസ്സിലൊരു തീരുമാനം ഉണ്ടായിരുന്നു, ഒരു SFIക്കാരനാവണം. കാരണം ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് ചിന്ത എൻ്റെ മനസ്സിൽ ശരിക്കും അരക്കിട്ട് ഉറച്ചായിരുന്നു. ആ സമയത്ത് പുസ്തക വായനയിലൂടെയാണ് അതുണ്ടായത്. അങ്ങനെ ഞാൻ ന്യൂമാൻ കോളേജിൽ വരുമ്പോൾ SFI 3000 പിള്ളേർ കുട്ടികൾ പഠിക്കുന്ന ന്യൂമാൻ കോളേജിൽ SFIയുടെ അംഗബലം എന്ന് പറയുന്നത് 12ആണ്. അവരുടെ പാനൽ വോട്ടെന്ന് എന്ന് പറഞ്ഞ ഒരു സ്ഥാനാർത്ഥി നിന്നാൽ ആ ഒരു പാനലിൽ 6 or 7 പേരുള്ള 7 പേർക്ക് കിട്ടുന്ന വോട്ട് 126ആണ്. ഇത് 3000 കുട്ടികൾ പഠിക്കുന്ന കോളേജിലാണ്. 12 ആക്റ്റീവായിട്ടുള്ള 12 പേരുണ്ട്. അതിലൊരു ഒരു പെൺകുട്ടിയുണ്ട്, ബാക്കി 11 പേരും ആൺകുട്ടികളാണ്. അങ്ങനെ ഞാൻ അവിടെ വന്ന് അവിടുത്തെ SFIക്കാരെ പരിചയപ്പെട്ടു. ഞാനൊരു SFIയുടെ മെമ്പർഷിപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ SFIയിൽ ഞാൻ അംഗമാവുന്നു. അപ്പം എൻ്റെ ആഗ്രഹം ഞാൻ പറഞ്ഞതുപോലെ SFIയുടെ പ്രകടനത്തിൽ പങ്കെടുക്കുക, SFIയുടെ സമരങ്ങളിൽ പങ്കെടുക്കുക, SFIയുടെ മറ്റ് ക്യാമ്പയിനുകളിൽ പങ്കെടുക്കുക. ഇതായിരുന്നു എൻ്റെ ആഗ്രഹം. അല്ലാതെ SFIയുടെ നേതാവാകാനുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ എന്തോ ആളുകൾ കുറവായതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു എപ്പോഴും ഈ 12 പേരിലൊരു നേതാവായി ഞാൻ മാറുകയായിരുന്നു. മുദ്രാവാക്യം വിളിക്കാനും ആ മുദ്രാവാക്യം ഞാനും കൂടി ഏറ്റുപിടിച്ചാലേ ഈ കോളേജിൽ കുട്ടികൾ കേൾക്കുകയുള്ളൂ. കാരണം 12 പേരേ ഉള്ളൂ. ഈ 12 പേര് എല്ലാം ഒരു സമരം ഉണ്ടാവുന്നു. 12 പേര് ഒരുമിച്ച് വരണമെന്നില്ല, ചിലപ്പോൾ 6 or 7 പേരുണ്ടാവുള്ളൂ. പക്ഷെ സമരം നടക്കണം, അല്ലെങ്കിൽ പ്രകടനം നടക്കണം. അപ്പോൾ അതിന് മുദ്രാവാക്യം വിളിച്ചു കൊടുത്താണ് ഞാൻ SFIയിൽ സജീവമാകുന്നത്. അങ്ങനെ കുട്ടികൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നെ SFIയുടെ സമ്മേളനങ്ങളിലും SFIയുടെ പഠന ക്യാമ്പുകളിലൊക്കെ പങ്കെടുത്ത് SFIയെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുണ്ടായി. അങ്ങനെ പ്രസംഗിക്കാൻ തുടങ്ങി. പ്രസംഗം ശരിക്കും ആരംഭിക്കുന്നത് 83 പ്രീ ഡിഗ്രിക്ക് ചേരാൻ വരുന്ന വിദ്യാർത്ഥികൾ അവരെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പ്രസംഗത്തിനാണ് ഞാൻ ആദ്യമായിട്ട് പ്രസംഗിക്കാൻ തുടങ്ങുന്നത്. ക്ലാസ്സുകളിൽ കയറി അവർ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് SFI എന്താണ്, SFIയും മറ്റ് വിദ്യാർത്ഥി സംഘടനകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള 1/2 മണിക്കൂർ, 10 മിനിറ്റ്, 15 മിനിറ്റ്, 1/2 മണിക്കൂറൊന്നും പറയാൻ പറ്റില്ല, അതിന് സമയമില്ല, 10 or 15 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പ്രസംഗങ്ങൾ അന്ന് ക്ലാസ്സുകളിൽ കയറി ഞാൻ നടത്താറുണ്ടായിരുന്നു. അങ്ങനെയാണ് പ്രസംഗത്തിലേക്ക് വന്നത്. അങ്ങനെ ഞാനൊരു SFIക്കാരനായി. SFIയെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയണം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവെന്ന് പറയുന്നത് ഞാൻ ന്യൂമാൻ കോളേജിൽ ഡിഗ്രിക്ക് ചേർന്നതാണ്. അതുവഴി ഞാൻ SFIയിലായത് അതിലും വലിയ വഴിത്തിരിവായി. എന്നെ ഞാനാക്കി മാറ്റുന്നതിൽ, എൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ, എൻ്റെ കഴിവുകൾ, എൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് പറയുന്ന കഴിവുകൾ പുറത്തെടുക്കുന്നതിൽ SFI വഹിച്ച പങ്ക് വലുതായിരുന്നു. അങ്ങനെ ഞാൻ SFIക്കാരനായി. 1983
കൗൺസിൽ സീറ്റിലേക്ക് ഞാൻ മാത്രം മത്സരിക്കുന്നു. എല്ലാ സീറ്റിലും മത്സരിക്കാൻ പോലും ആളില്ല. ഞാൻ ആ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയത് 36 വോട്ടിനാണ്. 3000 പിള്ളേർ പഠിക്കുന്ന കോളേജിൽ 36 വോട്ടിന്, വളരെ നിസ്സാര വോട്ടിനാണ് തോക്കുന്നത്. എന്നാൽ 84-ൽ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി SFIയുടെ സ്ഥാനാർത്ഥിയായി എന്നെ തോൽപ്പിക്കാൻ വേണ്ടി KCJ ABVPയുമായി സഖ്യമുണ്ടാക്കി. പക്ഷെ സഖ്യമുണ്ടാക്കി KCJ അന്ന് ശക്തമാണ്. അവിടെ KSU മാണി വേറൊരു വശത്ത്, SFI തനിച്ച് മത്സരിക്കുന്നു. അവിടെ ഞാൻ 1-ാം സ്ഥാനത്ത് SFIയുടെ കൗൺസിലറായിട്ട് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നതോടുകൂടിയാണ് ഞാൻ ശ്രദ്ധിക്കപ്പെടുന്നത്. അങ്ങനെയാണ്, അതാണ് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ തുടക്കം. പക്ഷേ രാഷ്ട്രീയത്തെ അധികാരം ഞാൻ നിന്നില്ല. പെട്ടെന്ന് ജോലിയൊക്കെ കിട്ടി. അങ്ങനെ ഞാൻ ബാംഗ്ലൂർക്ക് പോയി, പിന്നെ അവിടുന്ന് ബോംബെക്ക് പോയി. അങ്ങനെയാണ് ആ ലൈഫ് അങ്ങനെ പോവുകയാണ് ചെയ്തത്. പപ്പയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ പപ്പനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച നേതാവ് ആരാണ്? എന്തുകൊണ്ടായിരിക്കും ആ നേതാവ് പപ്പയുടെ ജീവിതത്തെ സ്വാധീനിക്കാനുണ്ടായ കാരണം? എൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ച നേതാവെന്ന് പറയാൻ, SFI രംഗത്ത് എന്നെ അന്ന് സ്വാധീനിച്ച ഒരു നേതാവ് CP ജോണാണ്, ഇപ്പോഴത്തെ മന്ത്രി. CP ജോൺ എന്ന SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ കട്ടപ്പന വെച്ച് നടക്കുന്ന ഒരു ജില്ലാ സമ്മേളനത്തിലാണ് CP ജോണിനെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. അന്ന് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സും അദ്ദേഹത്തിൻ്റെ പ്രസംഗവും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ ശൈലിയും അവതരണ രീതിയൊക്കെ എന്നെ അന്ന് വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ പിൽക്കാലത്ത് എൻ്റെ പ്രവർത്തന മേഖലയിലെ ഈ സ്വാധീനം, ഈ CP ജോൺ ആ ഒരു വസ്തുത എന്നെ വളരെയധികം, ആ ഒരു ഘടകം, ഫാക്ടർ എന്നെ ശരിക്കും ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തനമാക്കി മാറ്റാൻ ഇടയാക്കി എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ മോൾ ചോദിച്ച പോലെ എന്നെ സ്വാധീനിച്ച എന്ന് പറയുന്നത്, ഇപ്പോൾ CP ജോൺ കഴിഞ്ഞാൽ എനിക്ക് EMSൻ്റെ ലേഖനങ്ങളും EMSൻ്റെ പ്രസംഗങ്ങളും വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു. അങ്ങനെ EMS എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരാളാണ്. EMSൻ്റെ പുസ്തകങ്ങൾ വായിക്കുക, കേരള ചരിത്രം, ഇന്ത്യ ചരിത്രം. ചിന്തയിലെ EMSൻ്റെ ഒരു ചോദ്യോത്തര പങ്ക്തി ഉണ്ടായിരുന്നു. അത് ആഴ്ചയിൽ ആ ചോദ്യങ്ങളും ആ ഉത്തരങ്ങളും ഒക്കെ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പുതിയ അറിവ് നമ്മളെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നിലയ്ക്ക് EMS എന്നെ വലിയ രീതിയിൽ സ്വാധീനിച്ച ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ രാഷ്ട്രീയ ജീവിതത്തിലെ CP ജോണും അതുപോലെ തന്നെ EMSുമാണ് എൻ്റെ ലൈഫിൽ സ്വാധീനിച്ച 2 വ്യക്തികൾ എന്ന് വേണമെങ്കിൽ പറയാം. ഈ രാഷ്ട്രീയത്തിനെ മാറ്റി നിർത്തുവാണെങ്കിൽ പ്രസംഗത്തിൽ പപ്പേനെ സ്വാധീനിച്ച അല്ലെങ്കിൽ പപ്പേനെ ആകർഷിച്ച ഒരു വ്യക്തിത്വം ആരുടേതാണ്? പ്രസംഗികൾ എനിക്ക് ഒരുപാട് പേരെ ഇഷ്ടമാണ്. അതിൽ നല്ല പ്രസംഗം എന്നൊക്കെ പറയാൻ ശശിധരൻ എന്ന് പറഞ്ഞ DYFയുടെ നേതാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ശൈലി എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. MV രാഘവൻ്റെ പ്രസംഗം എനിക്ക് വലിയ, MV രാഘവൻ CPM പോയി വരെ CMP ഒക്കെ ഉണ്ടാക്കിയ ആളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഗംഭീരമായിരുന്നു. ആളുകളെ ഇളക്കുന്ന, അടുക്കും ചുറ്റുമുള്ള പ്രസംഗമായിരുന്നു. അതുപോലെ വിജയരാഘവൻ്റെ പ്രസംഗം എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ എടുത്തു പറയാൻ വൈക്കം വിശ്വൻ്റെ പ്രസംഗം, വൈക്കം വിശ്വൻ സൂപ്പർ പ്രാസംഗികനാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ നല്ല പ്രസംഗങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇന്ന ആളാണ് PK വാസുദേവൻ എന്നായിരുന്നു പ്രസംഗം. ഒരുപക്ഷേ രാഷ്ട്രീയത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രസംഗം ആരാന്ന് ചോദിച്ചാൽ PKB എന്നാണ് മറുപടി പറയാൻ പറ്റുള്ളൂ. PKBയുടെ നല്ല മനോഹരമായിട്ടുള്ള ഒരു എന്താ പറയുന്നത്, ലക്ഷണമൊത്ത പ്രസംഗം ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് PKBയുടെയാണ്. ഞാൻ MN ഗോവിന്ദനായിട്ട് 1-2 പ്രസംഗം കേട്ടിട്ടുണ്ട്. അതും മികവുറ്റ പ്രസംഗങ്ങളായിരുന്നു. അപ്പോൾ ഇവരൊക്കെയാണ് പ്രസംഗത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ. അത് രാഷ്ട്രീയ പ്രസംഗത്തിൽ. രാഷ്ട്രീയേതര പ്രസംഗത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ പ്രസംഗവും രാഷ്ട്രീയേതര പ്രസംഗമുണ്ട്. ആ രാഷ്ട്രീയ പ്രസംഗത്തിൻ്റെ പ്രസംഗമെന്നും രാഷ്ട്രീയേതര പ്രസംഗത്തിൻ്റെ പ്രഭാഷണമെന്നും പറയാൻ വേണമെങ്കിൽ സുകുമാർ അഴീക്കോടിൻ്റെ പ്രഭാഷകനാണ്. അദ്ദേഹത്തിൻ്റെ ശൈലി, അദ്ദേഹത്തിൻ്റെ രീതി, അദ്ദേഹം പറഞ്ഞു വരുന്ന കാര്യങ്ങൾ അതെങ്ങനെ വളരെ ലളിതമാണ്. അപ്പോൾ സുകുമാർ അഴീക്കോടിൻ്റെ പ്രസംഗം എന്നെ വലിയ നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ MN വിജയൻ്റെ മാഷിൻ്റെ പ്രസംഗങ്ങൾ കടുകട്ടിയാണ് എങ്കിലും അത് വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ കേട്ടാൽ അതും വളരെ മനോഹരമായിട്ടുള്ള കുറേ അറിവുകൾ പ്രദാനം ചെയ്യുന്ന പ്രസംഗമാണ്. അതുപോലെ MB മന്മഥൻ്റെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു DGP ആയിരുന്ന കൃഷ്ണൻ നായരുണ്ടായിരുന്നു. ഞങ്ങളുടെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ കോളേജ് ഡേക്ക് വിളിച്ചുകൊണ്ട് വന്നത് അന്ന് അദ്ദേഹം DG ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം വളരെ ഗംഭീരമായി രാഷ്ട്രീയ പ്രസംഗമാണ്. ഒരു 45 മിനിറ്റ് നടത്തുന്ന പ്രസംഗത്തിൽ മുട്ടുസൂചി വീണാൽ അപ്പം അറിയാൻ പറ്റും. ഗംഭീരമായിട്ടുള്ള പ്രസംഗമാണ്. രാഷ്ട്രീയേതര പ്രസംഗത്തിൽ പ്രഭാഷണത്തിൽ കേട്ടുള്ള പ്രസംഗങ്ങളിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പ്രസംഗമാണ് കൃഷ്ണൻ നായർ. കൃഷ്ണൻ നായരുടെ ഒരു പ്രസംഗത്തെക്കുറിച്ച് ഒരു പുസ്തകമുണ്ട്, പ്രസംഗകല ഒരു പഠനം എന്ന് പറയുന്ന പുസ്തകം പോലും പ്രസംഗം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, സ്വല്പം പ്രസംഗിച്ച് നടക്കുന്ന ആളുകൾക്ക് അതൊരു വഴികാട്ടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെയാണ് എന്നെ പ്രസംഗികർ എന്ന നിലയിൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തികൾ. അത് തീർച്ചയായിട്ടും അവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. പപ്പേനെ ഒരു നല്ല വായനക്കാരനും നല്ലൊരു എഴുത്തുകാരനും ആക്കി മാറ്റാനുണ്ടായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? വായന എന്ന് പറയുന്നത്
എല്ലാവരും വായിക്കാറില്ല. എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ സഹോദരന്മാരും സഹോദരിമാരും ഒന്നും വായിക്കാൻ കണ്ടിട്ടില്ല. പക്ഷേ എനിക്ക് ചെറുപ്പം മുതലേ വായിക്കുവാനുണ്ടായ ഒരു താല്പര്യമുണ്ടായിരുന്നു. അന്ന് ബാലരമ, ബാലയുഗം പോലുള്ള മാസികകൾ, അത് മന്ത്ലിയായിരുന്നു, അത് വീട്ടിൽ വെത്തുമായിരുന്നു. അത് വായിക്കും. അതിനകത്തെ കഥകൾ, കാർട്ടൂൺ കഥകൾ, അതുപോലെ മനോരമ പത്രത്തിൽ വന്ന മാൻഡ്രേക്ക്, ഇങ്ങനെയൊക്കെ വായിച്ച് പിന്നെ അതിനകത്തുനിന്ന് പിന്നെ ആ വായനയുടെ അടുത്ത പടി കടന്നത് കോട്ടയം പുഷ്പനാഥിൻ്റെ നോവലുകൾ. അത് മനോരമയിൽ വരുമായിരുന്നു, മനോരമ ആഴ്ചപ്പതിപ്പിലുണ്ടാവുമായിരുന്നു. അപ്പോൾ അത് കുറ്റാന്വേഷണ കഥയാണ്. അപ്പോൾ അത് ഒരു വായിക്കാനുള്ളൊരു താല്പര്യം അങ്ങനെ ഉണ്ടായി. ശരിക്കും പറഞ്ഞാൽ ഒരു നോവൽ ആദ്യമായിട്ട് വായിക്കുന്നത് അവൾ വിശ്വസ്തയായിരുന്നു എന്ന് പറയുന്ന കാലത്തിൻ്റെ നോവലാണ്. അത് മനോരമയിൽ വന്നതാണ്. അപ്പോൾ അങ്ങനെ പയ്യെ വായിച്ചു അങ്ങനെയുള്ള പൈങ്കിളി നോവലുകളാണ് തുടക്കം. എല്ലാവരും അങ്ങനെ തന്നെയൊക്കെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സീരിയസ് ആയിട്ടൊരു നോവൽ വായിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാല സഖിയാണ്. ബാല്യകാല സഖി വായിച്ചാണ് ഞാൻ ആദ്യമായിട്ട് കരയുന്നത്. അതിനകത്തെ ആ കഥ, അതിൻ്റെ ഇതിവൃത്തം, അതിൻ്റെ സംഭാഷണ രീതി, ഒഴുക്ക്, അത് അവസാനിക്കുന്നതൊക്കെ ഗദ്ഗതമുണർത്തുന്നതായിരുന്നു. അപ്പം ബാല്യകാല സഖിയാണ് എന്നെ ആദ്യമായിട്ട് സ്വാധീനിച്ച, അല്ലെങ്കിൽ വായിച്ച, കരയിപ്പിച്ച ഒരു നോവൽ എന്ന് പറയാം. അങ്ങനെയാണ് വായന തുടങ്ങുന്നത്. പിന്നീട് വായനയുടെ ഒരു ഘട്ടം മാറുന്നു. പിന്നെ ഇംഗ്ലീഷ് പുസ്തകങ്ങളിലേക്ക് മാറി. ഇംഗ്ലീഷ് പുസ്തകത്തിൽ ടോൾസ്റ്റോയുടെ പുസ്തകങ്ങൾ, അന്ന കരേനിയാണ് ഞാൻ വായിച്ചിട്ടുള്ള ടോൾസ്റ്റോയുടെ ഏറ്റവും നല്ല പുസ്തകം, വാർ ആൻഡ് പീസ്. അതുപോലെ തന്നെ ഖലീൽ ജിബ്രാൻ്റെ പ്രവാചകന്, ഇതൊക്കെ. അതുപോലെ ചെറുകഥയിലെ ചെക്കോവ്, മോപ്പസാങ്, ഫ്രാൻസിലെ മോപ്പസാങ്. ചെക്കോവ് റഷ്യയുടെ എഴുത്തുകാരനാണ്. അതുപോലെ ഹെമിംഗ്വേ, അമേരിക്കയുടെ ഹെമിംഗ്വേ, അതുപോലെ അമേരിക്കയുടെ ഓ ഹെൻറി, ഇവരുടെ ചെറുകളൊക്കെ വായിക്കാനുള്ള കുറേ വർഷങ്ങൾ കഴിഞ്ഞാണ് അതൊക്കെ ഞാൻ വായിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഒരു വായനയുടെ ലോകത്തിലേക്ക് ഞാനങ്ങനെ പയ്യെ മാറുമായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ഹോബി, അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി എന്ന് പറയുന്നത് വായന മാത്രമാണ്. പിന്നെ പാട്ട് കേൾക്കും. വായന മാത്രമാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി എന്ന് പറയുന്നത്. അപ്പോൾ വായനയെ തന്നെ അടുക്കും ചുറ്റയും ഉണ്ടായി. വായനയെ തന്നെ സെലക്ട് ചെയ്തിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. ഇപ്പം ഞാൻ വായിക്കുന്ന പുസ്തകങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞ 2 വർഷമായിട്ട് നോവലൊക്കെ മാറ്റി വെച്ചു. ദാർശനിക, ഫിലോസഫിക്കലായിട്ടുള്ള ബുക്കുകളാണ്. ഓഷോയുടെ പുസ്തകങ്ങൾ, അതുപോലെ ജിന്ദു കൃഷ്ണമൂർത്തിയുടെ ബുക്കുകൾ, അതുപോലെ തന്നെ ജോർജ് ഗുർജിഫിൻ്റെ ബുക്കുകൾ. ഇവരുടെ ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ തന്നെ വളരെയധികം അതിലേക്കാണ് ഇപ്പോൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ വായന നമ്മൾ ബോധപൂർവം വളർത്തിയെടുത്തൊരു സംഗതിയാണ് ഞാൻ എന്ന് വേണമെങ്കിൽ പറയാം. അത് എന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് SFIയിലായതുകൊണ്ടുള്ള ഒരു വഴിത്തിരിവുണ്ടായതുപോലെ വായനയും എന്നെ മാറ്റിമറിച്ചു എന്ന് തന്നെ പറയാം. വായന മനുഷ്യനെ മഹാനാക്കുന്നു എന്ന് പറഞ്ഞ പോലെ വായന ഇതിൽ വലിയ കാര്യങ്ങൾ. ഇപ്പം തന്നെ ഞാൻ ഈ ഇൻ്റർവ്യൂവിന് മുമ്പിൽ മോൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴത്തേക്ക് പറയുവാനുള്ള സംഗതി വരുന്നത് പോലും 2 ഘടകങ്ങളാണ്. ഒന്നാമത്തെ അത് SFI എന്നെ ആക്കി മാറ്റിയത്, 2 വായനയാണ്. അങ്ങനെ ഞാൻ വായനക്കാരനായി. വായനയിൽ നിന്ന് ഞാൻ പിന്നീട് എഴുത്തുകാരനായി. പപ്പയുടെ എഴുത്ത് പ്രധാനമായും ഏതൊക്കെ വിഷയങ്ങൾ കേന്ദ്രീകരിച്ചാണ് പപ്പ എഴുതുന്നത്? ഞാൻ സത്യം പറഞ്ഞാൽ എഴുതാൻ തുടങ്ങുന്നത് സോഷ്യൽ മീഡിയയിലാണ്, ഫേസ്ബുക്കിലാണ്. 2017 ഞാൻ ഫേസ്ബുക്കിൽ വരുന്നത്. അതുപോലെ കോളേജ് മാഗസിനിൽ 1-2 ചെറുകഥയോ ചെറിയ രീതിയിലുള്ള ആർട്ടിക്കിൾ ഞാൻ എഴുതിയിട്ടുണ്ടെന്നുള്ള സത്യമാണ്. പക്ഷെ അങ്ങനെ എഴുതാൻ പറ്റുമെന്നുള്ള ധാരണയൊന്നും എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. പക്ഷെ പയ്യെ എഴുതി തുടങ്ങി. അങ്ങനെ എഴുതി തുടങ്ങി. എഴുത്തിൽ വ്യത്യസ്തത വന്നു തുടങ്ങി. എഴുത്തിൽ കുറേ കഴിഞ്ഞപ്പോൾ എൻ്റേതായ ഒരു ശൈലി എഴുത്തിലുണ്ടായി. അങ്ങനെ ഫേസ്ബുക്കിൽ ഇപ്പോൾ ഏതാണ്ട് 1000-ന് മേലെ പോസ്റ്റുകൾ എൻ്റെ വന്നു കഴിഞ്ഞു. ഒരു 8-9 വർഷം കൊണ്ട് വന്ന കാര്യമാണ് പറയുന്നത്. 9 വർഷം കൊണ്ട്. അതിനകത്ത് പ്രണയമുണ്ട്, സിനിമയുണ്ട്, സംഗീതമുണ്ട്, സാഹിത്യമുണ്ട്, ദർശനമുണ്ട്, സ്പോർട്സ് ഉണ്ട്, പ്രകൃതിയെക്കുറിച്ച് എഴുതി, പുരാണത്തെക്കുറിച്ച് എഴുതി, ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് എൻ്റേതായിട്ടുള്ള പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഞാനൊരു എഴുത്തുകാരനാവുന്നത്. എഴുത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനകത്ത് എഴുത്തിൻ്റെ ഭംഗിയാണ് ഏറ്റവും പ്രധാനമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എഴുത്തിൻ്റെ ഉള്ളടക്കം പ്രധാനമാണ്. അതിലും പ്രധാനമാണ് അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ വിഷയങ്ങളാണ് ഞാൻ എഴുത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിശ്വസാഹിത്യത്തിൽ പപ്പേനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച എഴുത്തുകാരൻ ആരാണ്? എന്താ പറയുന്നത്, സാഹിത്യകാരന്മാരൊക്കെ ഇഷ്ടമാണ്. ടോൾസ്റ്റോയ് വളരെ ഇഷ്ടമാണ്. ഖലീൽ ജിബ്രാൻ വളരെ ഇഷ്ടമാണ്. ഹെമിംഗ്വേ വളരെ ഇഷ്ടമാണ്. അതുപോലെ ദസ്തോയെവ്സ്കിയുടെ കർമസവ് സഹോദരന്മാർ. അപ്പോൾ ദസ്തോയെവ്സ്കി എനിക്ക് ഇഷ്ടപ്പെട്ട എഴുത്തുകാരനാണ്. പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരനാണെന്ന് ചോദിച്ചാൽ അത് മിഖായിൽ നെയ്മിയാണ്. മിഖായിൽ നെയ്മി എന്ന് പറയുന്നത് ലെബനോനിലെ
ആര് സംസാരിച്ചത്? മിഖായിൽ നെയ്മി സംസാരിച്ചത്. മിഖായിൽ നെയ്മിയുടെ സമകാലികനായിരുന്നു ആര്? ഖലീൽ ജിബ്രാൻ. മിഖായിൽ നെയ്മി എഴുതിയൊരു പുസ്തകമാണ് ദി ബുക്ക് ഓഫ് മിർദാദ്. അത് മലയാളത്തിൽ മിർദാദിൻ്റെ പുസ്തകം എന്ന പേരിൽ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ വായിച്ച പുസ്തകത്തിൽ ഏറ്റവും നല്ല പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ ദി ബുക്ക് ഓഫ് മിർദാദാണ്. മിഖായിൽ നെയ്മി എഴുതിയ ദി ബുക്ക് ഓഫ് മിർദാദാണ് ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ ഏറ്റവും ഒരു ലക്ഷണമൊത്ത ഒരു പുസ്തകം. ഒരു പുസ്തകം എന്താണെന്ന് ചോദിച്ചാൽ അതിന് മറുപടി ദി ബുക്ക് ഓഫ് മിർദാദാണ്. നൺ ഈസ് കമ്പയറബിൾ ടു ദാറ്റ് ബുക്ക്. ആ ബുക്കിനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന വേറെ ഒരു ബുക്കും ഇല്ല. ഒരുപാട് പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല എഴുത്തുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ അവർ ഒറ്റ പുസ്തകം മതി, ഒരേ ഒരു പുസ്തകം ദി ബുക്ക് ഓഫ് മിർദാദ് മാത്രം മതി. ഞാൻ പറയും മിഖായിൽ നെയ്മിയാണ് ഞാൻ വായിച്ചിട്ടുള്ള. ഇപ്പോൾ ഞാൻ പറയാം, ജീൻ പോൾ സാർട്രേ, അദ്ദേഹം നല്ല എഴുത്തുകാരനാണ്. അവരുടെയൊക്കെ ബുക്കുകൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ എന്നെ ഏറ്റവും സ്വാധീനിച്ച, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അതിൻ്റെ ഇടയിലെ സ്പേസ് പോലെ, രണ്ട് വാക്കുകളുടെ ഇടയിലെ സ്പേസ് പോലും നമ്മളോട് സംസാരിക്കുന്ന പോലെ തോന്നുന്നു. ആ രീതിയിൽ എഴുതിയിട്ടുള്ള ബുക്കാണ് ദി ബുക്ക് ഓഫ് മിർദാദ്. അതെല്ലാവരും വായിച്ച് ഇഷ്ടപ്പെട്ടു പോകണമെന്നില്ല. പിന്നെ കാട്ടുകടന്നെന്ന് പറഞ്ഞൊരു പുസ്തകം, അത് ബിഗ് ഗാഡ് ഫ്ലൈ, അത് മലയാളത്തിൽ പി ഗോവിന്ദപിള്ള തർജ്ജമ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ബൈബിളും 1001 രാവുകളും കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട പുസ്തകം ദി ഗാഡ് ഫ്ലൈ ആണ്. അത് നോവലാണ്. അതും എന്നെ വളരെയധികം സ്വാധീനിച്ച ഇഷ്ടപ്പെട്ട പുസ്തകമാണ്. ഇതൊക്കെയാണ് എനിക്കിഷ്ടപ്പെട്ട പുസ്തകം. ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ മിഖായിൽ നെയ്മിയാണ്. ദി ബുക്ക് ഓഫ് മിർദാദ് അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്. മലയാള സാഹിത്യത്തിലേക്ക് വരുവാണെങ്കിൽ മലയാള സാഹിത്യത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ ആരാണ്? എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ ആ ഒരു എഴുത്ത് ശൈലീനെ ഇഷ്ടപ്പെടാനുണ്ടായ കാരണം? മലയാളത്തിൽ ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കാനത്തിൻ്റെയും മുട്ടത്ത് വർക്കിയുടെയും ഒക്കെ പുസ്തകങ്ങളാണ് ഞാൻ ആദ്യം വായന തുടങ്ങുന്നത്. പിൽക്കാലത്ത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. പക്ഷേ ഒരു കുറച്ചുകൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ട ബുക്കുകൾ എം ഡിയുടേതായി. എം ഡിയുടെ നാലുകെട്ട്, അസുരവിത്ത്, കാലം, മഞ്ഞ്. എം ഡിയുടെ വർക്കുകൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മഞ്ഞാണ് എനിക്ക്. നൈനിറ്റാളിൽ വെച്ച്, നൈനിറ്റാൾ എന്ന് പറഞ്ഞാൽ 9 തടാകങ്ങളുടെ നാട്, അവിടെ വെച്ചാണ് എം ഡി മഞ്ഞെഴുതുന്നത്. മഞ്ഞ് എം ഡിയുടെ വർക്കുകളിൽ ഏറ്റവും ബെസ്റ്റ് അതാണെന്നാണ് ഞാൻ പറയും. എം ഡിയുടെ പുസ്തകങ്ങൾ, എം ഡിയുടെ ചെറുകഥകൾ, എം ഡി ആദ്യം എഴുതുന്ന ചെറുകഥ വളർത്തുമൃഗങ്ങളാണ്. എം ഡിയുടെ ഓപ്പോള്, അങ്ങനെ ഒരുപാട് ചെറുകഥകളും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഒ വി വിജയൻ്റെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെറുകഥ ഏതാണെന്ന് ചോദിച്ചാൽ ഒ വി വിജയൻ്റെ കടൽ തീരത്താണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ ഒ വി വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസമാണ്. ഖസാക്കിൻ്റെ ഇതിഹാസം എഴുതാൻ ഒ വി വിജയൻ 12 വർഷമെടുത്തു. ഖസാക്കിൻ്റെ ഇതിഹാസമാണ് മലയാള നോവൽ സാഹിത്യത്തെ രണ്ടായി തിരിച്ചത്. AD BC എന്ന് പറയുന്ന പോലെ മലയാള നോവൽ സാഹിത്യത്തെ രണ്ടായി തിരിച്ച നോവലാണ് ഖസാക്കിൻ്റെ ഇതിഹാസം. അപ്പോൾ ആ രീതി നോക്കുകയാണെങ്കിൽ ഒ വി വിജയന്, അതുപോലെ സക്രിയയുടെ ചെറുതുകൾ, ടി പത്മനാഭൻ്റെ ചെറുതുകളൊക്കെ എനിക്കിഷ്ടമാണ്. സക്രിയയുടെ എന്താ പറയുന്നത്, ഭാസ്കര പട്ടേലരുവിൻ്റെ ജീവിതവുമാണ് വിധേയൻ എന്ന സിനിമയായിട്ട് അടൂർ ഗോപാലകൃഷ്ണൻ, മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് കിട്ടിയ പടമാണ്. അദ്ദേഹത്തിന് നല്ല ചെറുകഥയാണ്. ടി പത്മനാഭൻ ചെറുതുകൾ ഇഷ്ടമാണ്. ഇവരെല്ലാം എൻ്റെ ഇഷ്ടപ്പെട്ട ആളുകളാണ്. ഇതിൽ ഏറ്റവും ഇഷ്ടമായതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ മഞ്ഞും അതുപോലെ തന്നെ ഖസാക്കിൻ്റെ ഇതിഹാസവും കടൽ തീരത്തുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബുക്കുകൾ. പപ്പ ഒരുപാട് സംഗീതം കേൾക്കുകയും അത് ആസ്വദിക്കുകയും അതിനെപ്പറ്റി എഴുതുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണല്ലോ. അപ്പോൾ ഇപ്പം ശാസ്ത്രീയ സംഗീതമാണെങ്കിലും ഹിന്ദുസ്ഥാനി ആണെങ്കിലും ഗസൽസ് ആണെങ്കിലും ലൈറ്റ് മ്യൂസിക് ആണെങ്കിലും എല്ലാം അപ്പം ഒരുപാട് ആസ്വദിക്കുന്ന ആളാണ്. അപ്പോൾ പപ്പയുടെ ഒരു സംഗീത ആസ്വാദനത്തെ കുറിച്ചൊന്ന് പറയാമോ? സംഗീത ആസ്വാദനം എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ് സംഗീതം എന്ന് പറയാൻ പറ്റും. എഴുത്ത് കഴിഞ്ഞാൽ, വായനയാണ് എൻ്റെ ഒന്നാമത്തെ ഒരു സംഗതി എന്ന് പറയുന്നത്. രണ്ടാമത് പാട്ട് കേൾക്കലാണ്, സംഗീതം കേൾക്കുക. സംഗീതം പശുർവേത്തി ശിശുർവേത്തി വേത്തി ഗാനനസം പണി എന്നാണ് പറയുന്നത്. പശുവും ശിശുവും പാമ്പും പാട്ടിൻ്റെ രസം ആസ്വദിക്കുന്നത്, സംഗീതം ആസ്വദിക്കുന്ന പറയുന്നത്. സംഗീതം മനസ്സിൽ തരുന്ന ഒരു കുളിർമ, അതിൻ്റെ ഒരു അനുഭൂതി എന്ന് പറയുന്നത്, നമ്മളെ ഒരു ദിവസം ഞാൻ രാവിലെ 4:30 എഴുന്നേൽക്കുന്ന ആളാണ്, നമുക്കറിയാമല്ലോ. എല്ലാ ദിവസവും 4:30 എഴുന്നേൽക്കുന്ന ആളാണ്. 4:30 എഴുന്നേറ്റ് ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു പരിപാടി പാട്ട് കേൾക്കലാണ്. പാട്ട് നമുക്ക് തരുന്ന ഒരു മനസ്സുഖം, നമ്മുടെ എല്ലാ ടെൻഷനും മാറി നമ്മളെ ആ ദിവസം പോസിറ്റീവാക്കി മാറ്റുന്നതിന് പാട്ടിന് വലിയ പങ്കുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് സംഗീതം കേൾക്കുന്നത്, ഏതാണ് ആസ്വദിക്കുന്നത് എന്നാണല്ലോ മോളുടെ ചോദ്യം. ഞാൻ ഗസൽ കേൾക്കാറുണ്ട്. അനൂപ് ജലോട്ടയുടെ, പങ്കജ് ഉദ്ദാസിൻ്റെ, മെഹദി ഹസൻ്റെ, ഗുലാം അലിയുടെ ഒക്കെ ഗസലുകൾ കേൾക്കാറുണ്ട്. അതൊന്നോ രണ്ടോ പാട്ട് കേൾക്കും. സംഗീത കച്ചേരി ആഴ്ചയിലൊരിക്കൽ കേൾക്കാറുണ്ട്. മനുഷ്യനെ സഞ്ജയ് സുബ്രഹ്മണ്യൻ്റെ സംഗീത കച്ചേരിയാണ് ഏറ്റവും ഇഷ്ടം. പി കുഞ്ഞികൃഷ്ണൻ, അയാളുടെ സംഗീത കച്ചേരി കേൾക്കാറുണ്ട്. അതുപോലെ ലളിത ഗാനങ്ങൾ കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ സിനിമാ പാട്ടുകൾ കേൾക്കാറുണ്ട്. എനിക്ക് ഇവരിലൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാരുടെ ഒരു ചോദ്യം വന്നാൽ ആ ചോദ്യത്തിന് ഉത്തരം അത് താലത്ത് മുഹമ്മദിൻ്റെയാണ്.
താലത്ത് മുഹമ്മദിൻ്റെ പാട്ടിനോട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടും ഞാൻ വേറെ കേട്ടിട്ടില്ല. തൊട്ട് താഴെ നിൽക്കും SP ബാലസുബ്രഹ്മണ്യം. അതുപോലെ അതിനർത്ഥം യേശുദാസിൻ്റെ പാട്ട് മോശമാണോ ജയന്തൻ്റെ പാട്ട് മോശമാണെന്നൊന്നുമല്ല. മഹേന്ദ്ര കപൂറിൻ്റെയും യേശുദാസിൻ്റെയും അതുപോലെ ജയചന്ദ്രൻ്റെയും ബ്രഹ്മാനന്ദൻ്റെയും AM രാജയുടെയും P സുശീലയുടെയും S ജാനകിയുടെയും ചിത്രമൊക്കെ പാട്ടുകൾ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ ഏറ്റവും മനസ്സ് തുറന്ന് ആസ്വദിക്കുന്നത്, മനസ്സ് തുറന്ന് ഇഷ്ടപ്പെടുന്നത് താലത്ത് മുഹമ്മദിൻ്റെയാണ്. ഒരു മുറിവേറ്റ മാൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന ആ പാട്ടുകളിലുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംഗീതം എന്ന് പറയുന്നത് എൻ്റെ വായന കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് സംഗീതം. അപ്പോൾ ഒരുപാട് സിനിമകൾ കാണുന്ന ഒരാളാണ്. അപ്പം പപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള സിനിമ ഏതാണ്? അങ്ങനെ ചോദിച്ചാൽ ഞാൻ 2000-ന് ശേഷം ഒരു സിനിമയും കണ്ടിട്ടില്ല. ആദ്യം പറയട്ടെ, 2000-ന് ശേഷം ഞാൻ ഒരു സിനിമയും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സർദാർ ഉദ്ധം എന്ന് പറയുന്ന ഒരു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട ചരിത്രപരമായിട്ടുള്ള സിനിമയാണ്. ഞാൻ തിയേറ്ററിൽ പോയല്ല കണ്ടത്, അത് വീട്ടിൽ TV കണ്ടതാണ്. പിന്നെ കണ്ടത് പിള്ളേരുടെ മോളുടെ ആങ്ങളമാരുടെ നിർബന്ധം കൊണ്ട് കണ്ട ബാഹുബലിയാണ്. ഈ 2 സിനിമകളാണ് 2000-ന് ശേഷം ഞാൻ കണ്ടിട്ടുള്ളൂ. രണ്ടും TV-യിലാണ് കണ്ടത്, തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. അപ്പോൾ 2000-ന് മുമ്പുള്ള സിനിമകളാണ് പിന്നെ കണ്ടത്. ആ സിനിമകളെ കുറിച്ചാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ മമ്മൂട്ടി, മോഹൻലാൽ, ആ ആളുകളായിരുന്നു അന്നത്തെ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടന്മാർ. അതിൽ ഏറ്റവും നല്ല സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ, അതാണ് മോൾ ചോദിച്ചത്, ഏറ്റവും നല്ല സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ട സിനിമകളിൽ ഏറ്റവും നല്ല സിനിമ ജോൺ എബ്രഹത്തിൻ്റെ ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യങ്ങളാണ്. ജോൺ എബ്രഹാം എന്ന് പറയുന്ന സിനിമാ സംവിധായകൻ ആദ്യത്തെ പടമാണ് അഗ്രഹാരത്തിൽ കഴിയുന്ന ഒരു തമിഴ് പടം. 1979-ലാണ് ഈ പറയപ്പെടുന്ന ഈ ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യങ്ങൾ സിനിമയാകുന്നത്. ഈ ഒരു മനുഷ്യ മനസ്സിൻ്റെ പേടിയെ ചിത്രീകരിക്കുന്ന ഒരു പടമായിരുന്നത്. അതാണ് ഞാൻ കണ്ട എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല പടം. അതിൽ നായകൻ അടൂർ ഭാസിയായിരുന്നു. അടൂർ ഭാസിക്ക് 1979 ഏറ്റവും നല്ല നടനുള്ള അവാർഡ് അതുവഴി കിട്ടുകയും ചെയ്തു. പപ്പ മലയാള സിനിമയിൽ തന്നെ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. അവരുടെ സിനിമകളിലെ ഏറ്റവും കൂടുതൽ പപ്പേനെ ആകർഷിച്ച സിനിമകൾ ഏതൊക്കെയാണ്? മോഹൻലാലിൻ്റെ സിനിമയും മമ്മൂട്ടിയുടെ സിനിമയും എനിക്ക് വളരെ ഇഷ്ടമാണ്. അവർക്ക് പ്രതിഭകളാണ്. അഭിനയ ജീവിതത്തിൻ്റെ മർമ്മം എന്താണെന്ന് പഠിച്ചിട്ടുള്ള നടന്മാരാണ് രണ്ടുപേരും. ഇപ്പോൾ മമ്മൂട്ടിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ അത് വിധേയനാണ്. അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത വിധേയനാണ് എനിക്ക് മമ്മൂട്ടിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ. അതിൽ സത്യം പറഞ്ഞാൽ മമ്മൂട്ടി വില്ലനാണ്, നായകനായ വില്ലനാണ്. സക്രിയയുടെ കഥയാണ്, ഭാസ്കര പട്ടേലും എൻ്റെ ജീവിതവും എന്ന് പറയുന്ന കഥയാണ് അടൂർ ഗോപാലകൃഷ്ണൻ സിനിമയാക്കിയത് വിധേയൻ എന്ന പേരിൽ. അതിലെ മമ്മൂട്ടിയുടെ അഭിനയമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞാൻ കൂടെ ഇപ്പോഴും കാണുന്ന ഒരു സിനിമയാണ് വിധേയൻ. മമ്മൂട്ടിയുടെ ഏറ്റവും നല്ല സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ വിധേയൻ എന്നാണ് മറുപടി. മോഹൻലാലിൻ്റെ ഇഷ്ടപ്പെട്ട സിനിമ മോഹൻലാൽ ഒരുപാട് വളരെ ഇഷ്ടപ്പെട്ടു. 90-കളിൽ മിക്കവാറും പടങ്ങളൊക്കെ തന്നെ നല്ലതാണ്. പക്ഷെ മോഹൻലാലിൻ്റെ ഏറ്റവും നല്ല സിനിമ ഏതാണെന്ന് എടുത്തു ചോദിച്ചാൽ അതിൻ്റെ മറുപടി അമൃതംഗമയാണ്. ഹരിഹരൻ സംവിധാനം ചെയ്ത 1987 പുറത്തു വന്ന അമൃതംഗമയാണ് എനിക്ക് ഏറ്റവും. ഈയിടെ പിണറായി വിജയനോടും മോഹൻലാൽ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ചോദിച്ച ചോദ്യം അതായിരുന്നു. പിണറായി വിജയനും പറഞ്ഞത് അമൃതംഗമയാണ്. ഒരു പശ്ചാത്തലത്തിൻ്റെ, ഒരു പ്രായശ്ചിത്തിൻ്റെ വേദനിപ്പിക്കുന്ന കഥയാണ് അമൃതംഗമയ. അതെത്ര പ്രാവശ്യം ആ അമൃതംഗമയിലെ കഥ വേറൊരാൾ ഞാൻ പറയുമ്പോൾ പോലും എൻ്റെ കണ്ണ് നിറയാറുണ്ട്. എൻ്റെ തൊണ്ടയ്ക്ക് ഒരു ഗദ്ഗതം പോലെ എന്തോ ഒരു വിഷമം ഉണ്ടാവാറുണ്ട്. അത്ര മനോഹരമായിട്ടുള്ള സിനിമയാണ്. എത്ര ഭംഗിയായിട്ടാണ് മോഹൻലാൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ മോഹൻലാലിൻ്റെ ഏറ്റവും നല്ല സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം അമൃതംഗമയാണ്. അമൃതംഗമയുടെ പ്രത്യേകത അതിന് പാട്ടുകളൊന്നുമില്ല എന്നുള്ളതാണ്. പാട്ടുകളൊന്നുമില്ലാത്ത നല്ലൊരു പടം. മമ്മൂട്ടിയുടെ വിധേയനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം. വിധേയനും അമൃതംഗമയും. അപ്പോൾ ഒരുപാട് ആളുകളെ അഭിമുഖം ചെയ്യുന്ന ആളാണല്ലോ. അപ്പോൾ ഒരു അഭിമുഖത്തിന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു അഭിമുഖം ചെയ്യുമ്പോൾ ഒരു വ്യക്തിനെ? 4 വർഷമേ ആയുള്ളൂ ഞാൻ ആളുകളെ ഇൻ്റർവ്യൂ ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിൻ്റെ ഒരു കാരണം BBC എന്ന് പറയുന്നൊരു ചാനലിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവർക്ക് ആളുകളെ ഇൻ്റർവ്യൂ ചെയ്തത്. ഏതാണ്ട് 70ഓളം പേരെ ഇപ്പോൾ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ട് ഈ 4 വർഷം കൊണ്ട് 70ഓളം ആളുകൾ ഇൻ്റർവ്യൂ ചെയ്തു. അതിൽ പ്രശസ്തരായിട്ടുള്ള പലരുമുണ്ട്. വൈക്കം വിശ്വനുണ്ട്, സുരേഷ് കുറുപ്പുണ്ട്, CP ജോണുണ്ട്, K വേണുവുണ്ട്, പല MLA മാണി സി കാപ്പനുണ്ട്, അതുപോലെ തന്നെ സംഗീത സംവിധായകൻ ആയ പ്രതാപ് സിംഗ് ഉണ്ട്, പാട്ടുകാരി പ്രമീളയുണ്ട്, ജെസ്സിയുണ്ട്, ഏഞ്ചൽ വോയിസിൻ്റെ യമുനയുണ്ട്, അതുപോലെ സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള മറ്റ് പലരുമുണ്ട്. ഒരുപാട് വക്കീലന്മാർ, ഒരുപാട് ഡോക്ടർമാർ പറയുമ്പോൾ MBBS, ആയുർവേദം, ഹോമിയോ, വെറ്റിനറി ഡോക്ടർമാരൊക്കെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. സ്പോർട്സ് താരങ്ങളെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ വോളിബോൾ താരങ്ങളെയാണ് ഇൻ്റർവ്യൂ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ
ഈ മറ്റുള്ള മേഖലയിലുള്ള സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. കക്ഷി വഴക്കുമായി ബന്ധപ്പെട്ട് ഓർത്തഡോക്സ് സഭയുടെ ആളെയും യാക്കോബൈ സഭയുടെ ആളെയും ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 70ഓളം പേരെ ഞാൻ ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ഒരു കാര്യം, ഈ BBC ചാനലിൻ്റെ മാനേജിംഗ് ഡയറക്ടർ സാബു നെശ്ശേരി എൻ്റെ സുഹൃത്താണ്. അപ്പോൾ സാബു നെശ്ശേരി ഒരിക്കലും പറഞ്ഞു, ഷാജി ഈ പറയുന്ന ഇൻ്റർവ്യൂ ചെയ്താൽ കൊള്ളാമെന്ന് പുള്ളിയുടെ ആഗ്രഹം പ്രകടിപ്പിച്ചു. അങ്ങനെ ഞാൻ ചോദ്യ സ്വീകർത്താവായിട്ട് വരുന്നു, ചോദ്യം ചോദിക്കുന്നു സാബു നെശ്ശേരി. അപ്പോൾ ആ ചോദ്യത്തിന് മറുപടി പറയുന്നു. അതാണ് ഞാനൊരു ക്യാമറയ്ക്ക് മുമ്പിൽ ആദ്യമായിട്ടിരിക്കുന്നത് 4 വർഷം മുമ്പ്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അഭിമുഖം ഒന്ന് ചെയ്താൽ, മറ്റൊരാളെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്താൽ എന്താ എന്ന ഒരു ചിന്ത എനിക്ക് അങ്ങനെ വരുന്നു. അപ്പോൾ ഞാൻ ഈ രാജ്ദീപ് സർദാശായിയുടെയും അതുപോലെ അർണബ് ഗോസ്വാമിയുടെയും കരൺ താപ്പറിൻ്റെയൊക്കെ ദേശീയ ചാനലിൽ വരുന്ന അഭിമുഖങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു, അതിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഞാൻ ആദ്യമായി ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ TC മാത്യുവാണ്. TC മാത്യുവിനെ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ BCC വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന എൻ്റെ ക്ലാസ്സിൽ പഠിച്ച TC മാത്യുവിനാണ് ഞാൻ ആദ്യം ഇൻ്റർവ്യൂ ചെയ്യുന്നത്. TC മാത്യുവിനെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ അഭിമുഖത്തിലേക്ക് വരുന്നത് തന്നെ. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഒരു അഭിമുഖത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു വ്യക്തിയെ അഭിമുഖം ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്? അഭിമുഖത്തിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുവാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, നമ്മൾ ആരെയാണ് ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നത് എന്നൊരു ധാരണ ഉണ്ടാവണം. അദ്ദേഹത്തെക്കുറിച്ച് നല്ല രീതിയിലൊരു പഠനം നമ്മുടെ മനസ്സിലുണ്ടാവണം. അദ്ദേഹം എന്തായിരുന്നു, എന്തൊക്കെ മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ, അദ്ദേഹത്തിൻ്റെ കുഴപ്പങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഈ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ അത് പഠിച്ചു വെക്കണം. പഠിച്ചു വെച്ചിട്ട് ഇൻ്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ ഒരിക്കലും ഒരു കുറിപ്പ് തയ്യാറാക്കിക്കൊണ്ട് അത് വായിച്ചുകൊണ്ടുള്ള ഇൻ്റർവ്യൂ ആകാൻ പാടില്ല. അത് സ്വാഭാവികം. എൻ്റെ ഇൻ്റർവ്യൂ അങ്ങനെയാണ്. സ്വാഭാവികമായിട്ടും ഞാൻ ഒരു കുറിപ്പിൻ്റെ സഹായത്തോടുകൂടിയല്ല ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അത് സ്വാഭാവികമായിട്ടും എൻ്റെ നാവിൻ തുമ്പിലേക്ക് ചോദ്യങ്ങൾ വരികയാണ് ചെയ്യുന്നത്. ചോദ്യങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ ഉത്തരം പറയുമ്പോൾ ഉത്തരത്തിൽ നിന്ന് ചിലപ്പോൾ ചോദ്യം ഉണ്ടാവും. അത് പ്രത്യേകതയാണ്. കാരണം അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല. പക്ഷേ ഉത്തരത്തിൽ നിന്ന് പെട്ടെന്ന് അങ്ങനെ ചിലപ്പോൾ 1-2 ചോദ്യങ്ങൾ ആ ഒരു ഉത്തരത്തിലുണ്ടാവും. അത് കണ്ടുപിടിച്ചിട്ട് ആ ഉത്തരത്തിൽ പിന്നെ വിവാദം. ഞാൻ പറയുന്നത് ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഒന്ന് തിരിയും, ഒരു ട്വിസ്റ്റ് ഉണ്ടാവും. ആ ട്വിസ്റ്റ് ഉണ്ടാക്കുന്നതിലാണ് വിജയിക്കുന്നത്. ആ ട്വിസ്റ്റിൽ വന്നു കഴിയുമ്പോഴാണ് ഈ പറയപ്പെടുന്ന അഭിമുഖത്തിന് റീച്ച് കിട്ടുന്നത്. അപ്പോൾ അതുണ്ടാവുമോ എന്നുള്ളത് ശ്രദ്ധിച്ചാൽ അതിലേക്ക് വരണം പെട്ടെന്ന്. ഇതൊക്കെയാണ് അഭിമുഖത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. എഴുത്തിനും ഇത് തന്നെയാണ് പ്രശ്നം. എഴുത്തിനും നമ്മൾ എന്ത് എഴുതുന്നു എന്നുള്ളതിനേക്കാൾ എങ്ങനെ എഴുതുന്നു എന്നുള്ളതാണ് പ്രശ്നം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ. അപ്പോൾ അഭിമുഖത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊക്കെ മാത്രമേ ഉള്ളൂ. അത് കുറച്ച് അഭിമുഖങ്ങൾ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതിനകത്തൊരു അഭിമുഖത്തിൻ്റെ കല എന്താണെന്ന് നമ്മൾ പഠിക്കും, മനസ്സിലാക്കും. അപ്പോൾ അത് മുഴുവൻ മനസ്സിലാക്കിയെന്നല്ല പറയുന്നത്, കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരുപാട് അഭിമുഖങ്ങൾ നടത്തി എത്രയോ വലിയ ആൾക്കാരുടെ മുമ്പിലാണ് ചെറിയ ഒരാളായി ഞാൻ ഈ അഭിമുഖങ്ങൾ നടത്തുന്നത്. അതിൻ്റെ റീച്ചുണ്ടെന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ. അപ്പോൾ നമ്മൾ ഏത് കാര്യവും ചെയ്യുന്നത് ഭംഗിയാവണം. ഏത് കാര്യവും ചെയ്യുന്നതിന് തയ്യാറെടുപ്പ് വേണം. അതിപ്പോൾ എന്ത് കാര്യം, എഴുത്തായാലും പാട്ടുപാടുകളായാലും അഭിമുഖമായാലും എന്ത് കാര്യമാണെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്തിട്ട് വേണം വരാൻ. അത് നമ്മുടെ ശൈലിയിൽ നമ്മൾ ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അതിന് ഒരു ഭംഗിയുണ്ടാവും, അതിനൊരു വിജയം ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ എഴുത്തും അഭിമുഖവും ഒന്നും അല്ലാണ്ട് പപ്പ വേറെ എന്തൊക്കെ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്? എഴുത്തും അഭിമുഖവും അല്ലാതെ എഴുത്തും അഭിമുഖവും എന്ന് പറയുന്നത് എൻ്റെ ഒരു വരുമാനമാണ്. എഴുത്തല്ല, അഭിമുഖത്തിൽ വരുമാനം കിട്ടുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ കഴിഞ്ഞ 10-30 വർഷമായിട്ട് ഒരു മാർക്കറ്റിംഗ് മാനേജറാണ്. മാർക്കറ്റിംഗ് മാനേജർ എന്ന് പറയുന്നത് സൺഫ്ലെയിമിൻ്റെ കേരളത്തിൻ്റെ ഹെഡായിരുന്നു ഞാൻ. ഗിൽമേഡ് ഒരു ഡിവിഷനിലെ ഹെഡായിരുന്നു. പിന്നീട് സുമിത് മിക്സി, പഴയ കാലത്തെ സുമിത് മിക്സിയുടെ കേരളത്തിലെ ഹെഡായിരുന്നു. മാർക്കറ്റിങ്ങിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഇപ്പോഴും ആ ഡിവിഷൻ തന്നെ ഉണ്ട്. ഞാനിപ്പോൾ കോതമംഗലത്തു നിന്ന് പുറത്തിറങ്ങുന്ന മലനാട് പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്ന സ്ക്വാഷ് ഉണ്ട്, പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പുണ്ട്, ഒരുപാട് ഗുവയുണ്ട്, നന്നാരിയുണ്ട്, ഓറഞ്ചുണ്ട്, പൈനാപ്പിൾ, ഒരുപാട് സാധനങ്ങളുള്ളവർക്കുണ്ട്. അവരുടെ സ്ക്വാഷിൻ്റെ കേരളത്തിന് വെളിയിലേക്കുള്ള മാർക്കറ്റിങ്ങിൻ്റെ ചുമതല എനിക്കാണ്. അപ്പോൾ അതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗ്ഗം എന്ന് പറയാൻ. അതിനോടൊപ്പം തന്നെ ഇതും ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അത് മാർക്കറ്റിംഗ് ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നു. ഇപ്പോൾ അത് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും, ഓൺലൈനിൽ ചെയ്യാവുന്നതേ ഉള്ളൂ, പുറത്ത് പോകേണ്ട ആവശ്യമില്ല. അതും ഭംഗിയായിട്ട് പോകുന്നു. അപ്പം ഇത്രയും സമയം നമ്മളോടൊപ്പം ഈ അഭിമുഖത്തിൽ പങ്കെടുത്തതിന് പപ്പയ്ക്ക് നന്ദി. താങ്ക് യു മോളെ, നന്നായിട്ട് വരട്ടെ. നീ നല്ലൊരു ഇൻ്റർവ്യൂവർ ആവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. കൂടുതൽ ശ്രദ്ധിക്കുക, പുതിയ ആളുകളെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി പഠിക്കുക, മനസ്സിലാക്കുക. അങ്ങനെ നല്ല ഒരു ചാനലിൽ തന്നെ നല്ല രീതിയിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വളരെ നന്ദി. പ്രേക്ഷകരോടും ഞാൻ നന്ദി അറിയിക്കുന്നു. നമസ്കാരം. താങ്ക് യു വെരി മച്ച്.
താങ്ക് യു.